ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രം ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും 9 പ്രധാന സബ്ജക്റ്റുകളിലാണ് ഞാൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല ബിസിനസ് സ്ഥാപനങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ബിസിനസ്സുകളിലെ ക്യാഷ് ഫ്ലോയെ അവർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാഷ് ഫ്ലോയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓണർക്ക് കൃത്യമായിട്ടും അവരുടെ ബിസിനസ്സിലെ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു ബിസിനസ് ഓണറുടെ മുന്നിൽ കൃത്യമായിട്ടും എല്ലാ മാസവും ക്യാഷ് ഫ്ലോയുടെ കൃത്യമായ റിപ്പോർട്ട് വന്നിരിക്കണം. ഓരോ മാസവും ഒരു ബിസിനസ് ഓണറുടെ മുന്നിൽ കൃത്യമായ റിപ്പോർട്ട് കിട്ടി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോയെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വളരെ ഇഫക്റ്റീവായിട്ടൊരു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടാവുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റാണ്. പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇന്നും ഇഫക്റ്റീവായിട്ട് കണ്ടുവരാത്തൊരു സെഗ്മെൻറ്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് പ്രോബ്ലം കൊണ്ടും കോമ്പറ്റീഷൻ പ്രശ്നങ്ങൾ കൊണ്ടും പ്രൈസിങ് ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, പുതിയ ടെക്നോളജി വരുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ക്ലോസ് ചെയ്തു പോകുന്നത് ടോട്ടൽ 5% ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. 95% ബിസിനസ്സും ക്ലോസ് ചെയ്യാനുള്ള കാരണം അവരുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് ഒരു ഒത്തൻറ്റിക് ടീം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടത്തിയ പഠന റിപ്പോർട്ട് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അതാത് മാസത്തിൽ നിങ്ങളെ ബിസിനസ്സിലെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ടും അതാത് മാസത്തിലെ നിങ്ങളുടെ ബിസിനസ്സിലെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ടും നിങ്ങളുടെ ബിസിനസ്സിലൂടെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നടക്കുന്നുള്ളൂ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സെയിൽസ് ഇംപ്രൂവിംഗ് സ്ട്രാറ്റജീസ്. ഏതൊരു ബിസിനസ്സിൻ്റെയും സെയിൽസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ടും സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. പല രീതികളിലാണ് നമ്മുടെ ബിസിനസ്സിലെ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ടീം ബേസിൽ പ്രിപ്പയർ ചെയ്യണം, പ്രോഡക്റ്റ് ബേസിൽ പ്രിപ്പയർ ചെയ്യണം, ജിയോഗ്രഫിക്കൽ ബേസിൽ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പല രീതികളിൽ നമുക്ക് സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഫിനാൻസ് ടീമാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ കമ്പനിയിലെ മാനേജ്മെൻറ്റ് ടീമുമായിട്ടും സെയിൽസ് ടീമുമായിട്ടും ഡിസ്കസ് ചെയ്ത് അതിൽ അഡീഷൻ മോഡിഫിക്കേഷനൊക്കെ വരുത്തി അതിൻ്റെ ബേസിൽ അതാത് മാസത്തിലെ സെയിൽസും അതാത് പീരീഡിലെ സെയിൽസും കൃത്യമായിട്ടും ആ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ ബിസിനസ്സിലെ സെയിൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർക്ക്ഷോപ്പിലെ ടോപ്പിക്കാണ് പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ്. പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഓണേഴ്സിൻ്റെ മുന്നിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാറ്റ്യൂട്ടറി പർപ്പസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് റിപ്പോർട്ടായിട്ട് വരാറുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും കമ്പനി രജിസ്ട്രാളിലൊക്കെ ഫയൽ ചെയ്യേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും പല ഓണ്ടർപ്രണേഴ്സിൻ്റെ മുന്നിൽ വരുന്നുണ്ടാവുക. ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഓരോ മാസവും വരേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഅറേഞ്ച് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ വരണം. റീഅറേഞ്ച് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്, ക്യാഷ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടും ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ നിങ്ങൾക്ക് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ബിസിനസ് ഓണർ അറിയേണ്ട, ഒരു ഓണ്ടർപ്രണർ അറിയേണ്ട ധാരാളം പ്രോഫിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോഗ്രാമിലെ ടോപ്പിക്കാണ് ബാലൻസ് ഷീറ്റ് റീഡിംഗ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത 6 മാസം നിങ്ങളുടെ ബിസിനസ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാൻ ധാരാളം ടൂളുകളുണ്ട്. അടുത്ത നമ്മളെ വർക്ക്ഷോപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങളുടെ ബിസിനസ്സിലെ എക്സ്പെൻസസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. ദെൻ ഡ്യൂ മാനേജ്മെൻറ്റ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നടത്താൻ പറ്റും. അതുപോലെ ഫണ്ടിങ്, നിങ്ങളിലേക്ക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിലൂടെയും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിലൂടെയും പ്രൈവറ്റ് ഇക്വിറ്റിയിലൂടെ ഒക്കെ ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. പല ബിസിനസ് സ്ഥാപനങ്ങളിലും അക്കൗണ്ട്സിലൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ആ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്കൗണ്ട് സിസ്റ്റം അല്ല അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലൂടെ ലഭിക്കാത്തതും. എന്നും നിങ്ങളുടെ അക്കൗണ്ട്സിൽ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പേറോളിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പല സെഗ്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ട, നിങ്ങളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യേണ്ട അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കില്ല നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക? ഈ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്,
നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഫിനാൻസ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ടേൺ ഓവറിലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോയിലും ഒരു കൃത്യമായ വിഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ റോഡ് മാപ്പ് നിങ്ങളുടെ ബിസിനസ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയും റിസൾട്ടും നല്ല രീതിയിൽ കൂട്ടാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ലിസ്റ്റബിൾ കമ്പനിയാക്കി മാറ്റണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു സെയിലബിൾ കമ്പനിയാക്കി മാറ്റണം. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എക്സിറ്റ് പ്ലാൻ കൃത്യമായിട്ടും സെറ്റ് ചെയ്യുക? ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഒരു വലിയ ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ധാരാളം ടോപ്പിക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു.